ഞാൻ ഈ വിഷയത്തിൽ ഒരു മരണമല്ലേ സംഭവിച്ചിട്ടുള്ളൂ എന്ന രൂപത്തിലല്ല അതിനെ കാണാനിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് സർക്കാർ പ്രതികരിച്ചത് എന്നിടത്താണ് ഈ വീണ ജോർജ് എന്ന മന്ത്രി ഇത്രയധികം വിമർശനത്തിന് വിധേയമാകുന്നത്. അതല്ലാതെ ഒരു മരണമല്ലേ സംഭവിച്ചതുള്ളൂ എന്ന് സാങ്കേതികമായി പറയാം. ഇതിനെ പൂർണ്ണമായും സാങ്കേതിക അർത്ഥത്തിലാണ് മനസ്സിലാക്കിയെന്നുള്ളതുകൊണ്ടാണ് ഈ അപകടം നടന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത പോലെ അവിടെ ജില്ലയിൽ അവലോകന യോഗം ഉണ്ടായിരുന്നുകൊണ്ട് 2 മന്ത്രിമാർക്കും അവിടെ എത്താൻ പറ്റി. ആദ്യത്തെ പ്രതികരണമായി പറയുന്നത് 3 പേർക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ, അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും മന്ത്രിമാർ അവിടെ അതിനിടയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന പ്രയോഗമൊന്നും നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു തിരച്ചിൽ നടത്തേണ്ടതുണ്ടോ എന്നൊരു ആലോചനയുണ്ടായില്ല. അവിടേക്കൊന്ന് കയറി ആ ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, ആ രൂപത്തിലുണ്ടായില്ല. അവിടെ നിന്നുള്ള പ്രതികരണമാണ് 2 പേരും നടത്തിയത്. അതിനുശേഷം ഈ മരണം സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ തിരച്ചിലിന് വൈകലുണ്ടായിട്ടുണ്ട്. ആ തിരച്ചിൽ നടക്കുന്നു, ഒരു മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണം നോക്കൂ, അതിൽ രാഷ്ട്രീയമില്ലേ? അതിൽ തികച്ചും രാഷ്ട്രീയം മാത്രമാണ്. ആ മരണത്തിൽ അനുശോചിക്കുക എന്ന ആദ്യ വാചകത്തിന് പകരം മന്ത്രിയിൽ നിന്ന് വന്നത് 2013 കണക്കാണ്. 2013 ഡേറ്റ എടുക്കാൻ കഴിയുന്ന സമയം കൊണ്ട് ഈ സ്ത്രീ എങ്ങനെ മരിച്ചു എന്നൊരു അന്വേഷണത്തിലേക്ക് വളരെ വേഗത്തിൽ മന്ത്രിക്ക് പോകാമായിരുന്നു. മന്ത്രി ഇത് പോയില്ല.